മക്കളെ ഈ വീഡിയോകൾ കണ്ടില്ലേ, ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കച്ചവടാട്ട എന്ന് വെച്ചാൽ ഇവര് മാന്യമായിട്ടുള്ള റേറ്റ് ഏതൊരു സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും വിൽക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് റേറ്റ് പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. ആവശ്യമുള്ള റേറ്റ് മാത്രം പറയാ. ഇവര് ചോദിച്ചത് മാന്യമായിട്ട് എന്ന് വെച്ചാൽ അതിലുള്ള മുതലിനുള്ള റേറ്റേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു ചെയ്തിട്ടാ. ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമന്റ്സ് ഇടണോളൂ, ഇത് നെഗറ്റീവ് കമന്റ് ഇടണോളൂ പറയാനുള്ളത് എന്താ വെച്ചാൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ആണെങ്കിലും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ അത് ജയം ഉണ്ടാവുമോ തോൽവി ഉണ്ടാവുമോ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ അറിയുള്ളൂ. എന്ന് വെച്ചാല് പെരയെ കിടന്ന് ഫോണിൽ കളിച്ചിട്ട് കാര്യമില്ലാതെ ഈ ടീം സെറ്റാണ്, നല്ലൊരു കിടിലൻ ടീമാട്ടോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല് ഇങ്ങക്കൊരു വീട്, അതുപോലെ തന്നെ സ്ഥലം, ബിൽഡിങ്, കോട്ടേഴ്സുകൾ, ഷോപ്പുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കച്ചവടമാക്കാണ്ടെങ്കിൽ നമ്മളെ നമ്പറിലേക്ക് കണ്ട് വിളിക്കാം. നമ്മൾ അങ്ങോട്ട് വന്നിട്ട് സെറ്റാക്കിയിട്ട് ആക്കി തരും. പിന്നെ ഷോപ്പിന്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മറ്റൊരാളെ ബിൽഡിങ്ങിലായിരിക്കും നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടം വരുമ്പോൾ എന്ന് വെച്ചാൽ പൂട്ടി പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ആ സാധനങ്ങൾ എടുത്തു പോവാ, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പോവാ, അല്ലെങ്കിൽ വാടക കൊടുത്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, ആവശ്യത്തിനുള്ള റേറ്റ് മാത്രം ചോദിച്ചാൽ മതി, എടുക്കാൻ ആൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ചെയ്തു നോക്കുക, എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്തു നോക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് സെറ്റാക്കിയിട്ട് പവറാക്കിക്കോളി. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ട് ദപ്പട്ട കൊണ്ടുപോയി വെക്കണട്ടകളെ, അത് നിങ്ങൾ മറക്കരുതേ.